അപ്പൊ ഇഷിതയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ ഇന്ന് ഞാൻ ഇഷിതക്ക് ട്രീറ്റ് എടുക്കാൻ പോണേണ്. ഷേക്കൊക്കെ കുടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്ക് രണ്ടുപേരും അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങൾ എൻ്റെ ട്രീറ്റിന് മാത്രമായിട്ടല്ല പോണ. നാളെ ശ്രീയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാനും കൂടിയാണ് കേട്ടോ പോണത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങളെ വാങ്ങുന്നുള്ളൂ. ഞാൻ ഇഷിതക്ക് നേരത്തെ മാലയും പിന്നെ കമ്മലും ക്ലിപ്പിൻ്റെ എറുമ്പിലേക്കൊക്കെ കൊടുത്താണ്. എന്നാലും ഞാൻ ട്രീറ്റ് കൊടുക്കാൻ പോണേ കേട്ടോ. അപ്പം അമ്മക്ക് വേണ്ടിയിട്ടും ചെറുതായിട്ട് സാധനം വാങ്ങാനും കൂടിയാണ് ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങളെ പണ്ട് പഠിപ്പിച്ചൊരു മിസ്സിനെ കണ്ടു. അതെ, എൻ്റെ മിസ് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. മിസ്സ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ മിസ് ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടിൽ വന്നപ്പോഴേക്കും ഞങ്ങളെ കണ്ടേണ്. ഞങ്ങൾ പേളിൽ പോയപ്പോഴും മിസ്സിനെ കണ്ട്. അതെ, ഇത് ഞങ്ങൾ സ്ഥിരം വാങ്ങണ കടയാണ് കേട്ടോ സാധനങ്ങൾ. ഇതാണ് ശിവ, ഞങ്ങൾ സ്ഥിരം മുടി വെട്ടണ കടയാണ് അല്ലേ. അതെ, ഞങ്ങൾ അവസാനമായിട്ട് ഒന്നിച്ചാണ് മുടി വെട്ടാൻ അവിടെയാണ് പോയത്. അതെ, പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല. വണ്ടികളൊക്കെ പോണതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ പാലം കയറുന്ന സമയത്ത് ബസ്സും അങ്ങനെ അധികം തിരക്കുണ്ടായില്ല അല്ലേ. ഇത് ഇഷിതയുടെ അച്ചാച്ചൻ സ്ഥിരം അങ്ങനെ ഉണ്ടംപൊരി കട എൻ്റെ പൊന്നോ. അതെ, അപ്പോൾ ഞങ്ങൾ പേളിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എടുക്കാനൊന്നും പറ്റിയില്ല. എന്നിട്ട് തിരിച്ചിറങ്ങി ഇവളുടെ അമ്മക്ക് ഒരു ക്ലിപ്പും പിന്നെ കമ്മലും വാങ്ങിച്ചത്. പിന്നെ നമ്മൾ CC പ്രസ്സിലും പോകുന്നുണ്ട്. CC പ്രസ്സിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് എന്താ വാങ്ങിച്ചത്, ഒരു കീ ചെയിനും ഫെവിക്വിക്കും വാങ്ങിച്ചതാണ് കേട്ടോ CC പ്രസ്. അപ്പം ഞങ്ങൾ നേരെ ഷേക്ക് കുടിക്കാൻ പോയി. അതെ, ഞങ്ങൾ ഒരു ചോക്ലേറ്റ് ഷേക്കും ഒരു ഷാർജ ഷേക്കും ആണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അത്യാവശ്യം അവിടെ ഇരുന്ന്. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് ആ ചേച്ചി കയറി വന്നത്. ആ ചേച്ചി ഞാൻ ചമ്മിപ്പോയി. അതെ, അപ്പം ആ ചേച്ചി എന്നെ നോക്കി ചിരിച്ചായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഷെയറിട്ട് കുടിക്കും കേട്ടോ. അങ്ങനെയാണ്. ആദ്യം ശ്രീയാണ് ഷാർജക്ക് പിന്നെ സ്ഥിരം ടേസ്റ്റാണ്. പക്ഷേ ഭയങ്കര മധുരം പഴത്തിൻ്റെ കുത്തിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചു നോക്കി, എനിക്ക് കുഴപ്പമുണ്ടായില്ല, നല്ലായിരുന്നു. എനിക്കൊരു ഇഷ്ടം കേട്ടോ. അപ്പം പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. അവളെ ഷാർജ കുടിച്ച് ശ്രീയ പറഞ്ഞാണ് അതിൻ്റെ പഴത്തിന് ഭയങ്കര കുത്തിപ്പുണ്ടെന്ന്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോഴും പഴത്തിന് ഭയങ്കര കുത്തിപ്പുണ്ടായിരുന്നു. ഇഷിത പറഞ്ഞ കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷിതയുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ എടുത്തതാണ്. ഞാൻ വിളിച്ചപ്പോഴേക്ക് എന്നൊക്കെ കാണിച്ചിട്ടോ. അത് ഇനി ഇതൊക്കെ മടുത്തിട്ടോ. അതെ, ഇതാണെങ്കിൽ ഐസ്ക്രീം മെൽറ്റ് ആവണമില്ല, ഭയങ്കര തണുപ്പും. ഐസ് കടിക്കണമല്ലോ, ഇന്ന് ഐസ്ക്രീം മര്യാദക്ക് മെൽറ്റ് ആയിട്ടില്ല എന്ന്. എൻ്റെ പെട്ടെന്ന് മെൽറ്റ് ആയിട്ടോ. എൻ്റെയാണ് ആദ്യം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഭയങ്കരമായിട്ട് മെൽറ്റായി. ഇഷ്ടക്കും ഇവിടെ ചേച്ചി ചുട്ടമല്ലിയുടെ പാട്ട് വെച്ചു. അതൊക്കെ തന്നെ ഓഫ് ചെയ്തു. ഞാനിത് അത് ഇവള് ഭയങ്കര ഒച്ചയിലാണ് കേട്ടോ പാടി. അതുകൊണ്ടാണ് ഞാൻ മിണ്ടല്ലേന്ന് പറഞ്ഞത്. പിന്നെ ഇവള് ഷേക്ക് ഭയങ്കര പഴത്തിൻ്റെയൊക്കെ ഭയങ്കര മധുരമായിരുന്നു. അപ്പം ഞാൻ മത്തടിച്ചിരിക്കുന്നത്. അവസാനത്തെ ലാസ്റ്റ് സിപ്പ് ഒരു കവള് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വലിച്ചിട്ടാണ് ഈ സാധനം മഞ്ഞില്ല കേട്ടോ. സാധനം പൊട്ടിപ്പോയി. പൊടിച്ച് പിന്നെ വിചിത്രമായ മോഹമൊക്കെ എടുത്തു. അതെ, നല്ല രസം, നല്ല ഷോട്ടല്ലേ. എന്നിട്ട് അവസാനം അവള് മത്ത് പിടിച്ച് ഞാൻ വിചാരിച്ച് അവള് തലറങ്ങി വീഴുന്നു. ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത്. അതെ അതെ അതെ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെടുക്കാൻ നേരത്തെ കണക്ക് ശരിയായില്ല. അങ്ങനെ കണക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടക്കട്ടോ ഞാൻ. അതെ, അപ്പൊ കണക്ക് തീർന്നത് വീടിന്റെ ആ വഴി എത്തിയപ്പോഴാണ് കണക്ക് തീർന്നത്. അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കണ കാര്യം ഓർത്തത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഷാഡോ കണ്ടപ്പോ ഒരു ഫോട്ടോ എടുത്താണ്. പിന്നെ എൻ്റെ പാട്ടച്ചെരുപ്പ് എനിക്കൊരു പണി തന്നു. ഈ ചെരുപ്പ് ഇതിൻ്റെ ഒപ്പം മാച്ചിങ് അല്ല, ഞാൻ ഇട്ട് വന്നപ്പോഴത്തേക്ക് അറിയാതെ ഈ ചെരുപ്പായി പോയതാണ്. അപ്പോൾ ഇപ്പം അതൊട്ടിച്ചാൽ ഒട്ടൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഇന്ന് അത് ഉരച്ചുകൊണ്ട് വന്ന് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പൊക്കി പിടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വിശാലിന്നൊരു ടോപ്പ് എടുത്തിരുന്നു. അതെനിക്ക് സൈസ് വലുതായിരുന്നു. അപ്പം റിട്ടേൺ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞങ്ങൾ ചെരുപ്പ് ഒട്ടിക്കാൻ മറന്നുപോയി. എത്ര നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞങ്ങൾ മറന്നുപോയി കേട്ടോ. എന്നിട്ട് വഴിയിൽ നടു റോട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഒട്ടിക്കാൻ പോണത്. അപ്പോൾ ചെരുപ്പിൽ ഞങ്ങൾ ഒട്ടിക്കാനായിട്ട് എൻ്റെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഒട്ടിപ്പിടിച്ചോണ്ടാണ് ശ്രീയ റോഡ് മൊത്തം നടന്നത്. അതെ, അത് ഇനി ഞങ്ങൾ വേറെ ഭയങ്കര കൂടിയാണ് കേട്ടോ. ഞങ്ങൾ ബോച്ചയുടെ കള്ളുഷാപ്പൊക്കെ ഉള്ളൊരു വഴിയാണിത്. അതെ, ബോച്ചയുടെ കള്ളുഷാപ്പ് ഞങ്ങളുടെ അടുത്തായാലും ഞങ്ങൾ ഇതുവരെ
പോയിട്ടില്ല. ഇന്ന് വരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. അതെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അതാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകണം, അറ്റത്തേക്ക് പോകണം. അവിടെ ഞങ്ങൾക്ക് ലെഫ്റ്റിലേക്കല്ല പോകേണ്ടത്, ഞങ്ങൾക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഞങ്ങൾ വിശാലിന്റെ ബെല്ലൂൺ അങ്ങനെ ഞങ്ങൾ വിശാലിന്റെ അവിടെ ഇതാണ് മാനാട്ടമ്പ് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഞാൻ ലൈൻ ബസ്സിനായി സ്കൂൾ ബസ്സിനായി ഇവിടെ ഉണ്ടോ ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ്. അപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ. എന്റെ കളിയാക്കിയ ആള് വീട്ടിലിടുന്ന ചെരുപ്പിട്ടുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോണ സെക്യൂരിറ്റിൻ്റെ അടുത്ത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ സെക്യൂരിറ്റിൻ്റെ ഇവിടെ നിൽക്കണേ കേട്ടോ. ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നിൽക്കണേ. അപ്പം എന്തോ ഇവിടെ എഴുതി തന്നെ ഞങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. അത് ഇനി താഴ്ത്തി ഞങ്ങൾ ബില്ലിൻ്റെ അവിടെ നിന്ന് അവരെ കാണിക്കണമെന്ന് പറഞ്ഞു. കുറേ നേരം പോസ്റ്റ് ചെയ്യുന്നിട്ട് ഞങ്ങൾ ഒരു മീഡിയം ലാർജ് എടുത്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ലിഫ്റ്റിൽ ഒറ്റക്കാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്രയൽ റൂമിൽ കയറി ഞാൻ ഇട്ടോക്കി, ഫിറ്റായിരുന്നു. ഞങ്ങൾ മീഡിയം ഉണ്ട് എടുത്തത്. പിന്നെയും ഞങ്ങൾ ഒറ്റക്കാണ് ലിഫ്റ്റ്. രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ പോയി രണ്ടാമത്തെ ഇത് നമുക്ക് ഒന്നാമത്തെ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ ഇത് മാറി. അപ്പൊ ഗൈസ് അത് ഇനി ഇഷ്ടക്ക് പറഞ്ഞു ഈ സാധനം വാങ്ങാന്ന്. കൊറിയൻ. അതെ ഡ്രാമ്. എനിക്ക് ഇതിന്റെ പേരൊന്നും അറിഞ്ഞു കേട്ടോ. 60 രൂപയാണ്. വലുതാണ് ഞങ്ങൾ എടുത്തത്. ഇതിന്റെ ഒരു വ്ളോഗായിട്ട് ഞങ്ങൾ വരുന്നതായി. അതെ. അപ്പൊ അതെ ഞങ്ങൾ ഇത് രണ്ടും മാത്രമേ എടുത്തുള്ളൂ. സമയം വൈകിട്ടോ. ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം ലിഫ്റ്റിൽ ഒറ്റക്ക് കയറി. അതിന്റെ ഒരു തുള്ളിച്ചാടലൊക്കെ ചെയ്തു. ഞാൻ വീഴാൻ പോയിട്ടോ. പിന്നെ ഞങ്ങൾ വെറുതെ ഷോപ്പിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി വെറുതെ വീഡിയോ ഒക്കെ എടുക്കല്ലേ. അപ്പൊ അതിൻ്റെതൊക്കെ ആയിട്ട് അങ്ങനെ വെറുതെ ഷോ ഓഫാണ്. അപ്പം ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് നശിപ്പിച്ചായിരുന്നു. അങ്ങനെയല്ല കേട്ടോ, ആ ഡ്രസ്സ് അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് കൊളുത്തി വെക്കുകയൊക്കെ ചെയ്തോണ്ട് അവള്. ഇങ്ങനത്തെ ഡ്രസ്സൊന്നുമല്ല എനിക്കിഷ്ടം. എനിക്കിത് അങ്ങനത്തെ ഒക്കെ ടൈപ്പുള്ള ഇഷ്ടമാണ്. ഇത് പിന്നെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയതാ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 6 മണിയായി. പിന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ കസിനെ കണ്ടു. അപ്പോൾ അവർ ഞങ്ങളെ ബൈക്കിൽ കയറ്റി അങ്ങോട്ട് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.